നമ്മുടെയെല്ലാം ഇഷ്ടവാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് അമേരിക്കൻ കമ്പനിയായ ഫോർഡ്. ഫോർഡ് ഇന്ത്യ വിട്ടതിന് ശേഷമാണ് ഫോർഡിൻ്റെ ആരാധകരുടെ എണ്ണം വർദ്ധിച്ചത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ. ഇപ്പോൾ എക്കോസ്പോർട്ടും എൻഡേവറും എല്ലാം തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പോലുമുണ്ട്. ഇത്രയും വലിയ വാഹന നിർമ്മാണ കമ്പനി ആയിട്ടും ഫോർഡ് ഇന്ത്യ വിട്ടതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഐ എം വിപിൻ, വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. 1995 ഇതിഹാസ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡ് വലിയ സ്വപ്നങ്ങളുമായാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. ഇന്ത്യ വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു എന്ന് കണക്കിലെടുത്താണ് ഫോർഡ് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം വേഗത്തിലാക്കിയത്. ദശലക്ഷക്കണക്കിന് പുതിയ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ അവരുടെ ആദ്യ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സമയമായിരുന്നു അത്. അതിനു പറ്റിയ വിജയതന്ത്രങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഫോർഡ് വിശ്വസിച്ചു. ഇന്ത്യയിൽ ഫോർഡ് ലോഞ്ച് ചെയ്ത് കുറച്ചു കാലത്തേക്ക് അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. ആദ്യം വന്ന ഫോർഡ് ഐക്കൺ, പിന്നീട് സ്റ്റൈലിഷായി വന്ന ഫോർഡ് ഫിയസ്റ്റ, പിന്നെ ഇറങ്ങിയ ഇക്കോസ്പോർട്ട് പോലുള്ള കാറുകൾ ഇന്ത്യയിലെ ജനഹൃദയങ്ങളെ കീഴടക്കി. ഇക്കോസ്പോർട്ട് പ്രത്യേകിച്ചൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഇത് കോമ്പാക്ട് SUVകളോടുള്ള ഇന്ത്യയുടെ പ്രണയത്തിന് തുടക്കമിട്ടു. ചെന്നൈയിലും സനന്ദിലും ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള 2 ഭീമൻ ഫാക്ടറികൾ ഇതിനോടകം ഫോർഡ് തുടങ്ങിയിരുന്നു. മുന്നോട്ടുള്ള വഴി എളുപ്പമാണെന്ന് അവർക്ക് തോന്നി. എന്നാൽ പതിയെ പതിയെ വെല്ലുവിളികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യ മത്സരം മാരുതി സുസുക്കിയും ഹ്യുണ്ടായും തമ്മിലായിരുന്നു. ഇന്ത്യയിൽ കാർ വാങ്ങുന്നവരെ നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഈ കമ്പനികൾ അവരുടെ കാറുകൾ പുറത്തിറക്കിയിരുന്നത്. ഇന്ധനക്ഷമത, കുറഞ്ഞ അറ്റകുറ്റപ്പണി, താങ്ങാനാവുന്ന വില എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് മാരുതിയും ഹ്യുണ്ടായി കമ്പനിയും അവരുടെ മോഡലുകൾ മാർക്കറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് ഫോർഡിന് ശക്തമായ എഞ്ചിനുകളും മികച്ച നിർമ്മാണ നിലവാരവും ഉണ്ടായിരുന്നു. പക്ഷേ ചിലവേറിയ സർവീസ് നടത്തലുകളും അതിനേക്കാൾ ചിലവേറിയ സ്പെയർ പാർട്സിൻ്റെ വിലയുടെയും പ്രശസ്തിയോടെയാണ് ഫോർഡിനെ ജനങ്ങൾ ശ്രദ്ധിച്ചത്. അതിനാൽ തന്നെ ഒരു ഫോർഡ് കാർ വാങ്ങുന്നത് ചിലവേറിയതാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. രണ്ടാമതായി, കുറച്ച് ഓപ്ഷനുകൾ മാത്രമായിരുന്നു ഫോർഡ് നിരയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എതിരാളികളായ മാരുതിയും ഹ്യുണ്ടായും പോലുള്ള മറ്റു കമ്പനികൾ ചെറിയ ഹാച്ച് ബാക്കുകളും സ്റ്റൈലിഷായ ഫീച്ചർ നിറച്ച കാറുകളും പുറത്തിറക്കിക്കൊണ്ടിരുന്നു. ഫോർഡിൻ്റെ നിര വളരെ ചുരുങ്ങിയതായിരുന്നു. അപ്ഡേറ്റുകൾ മന്ദഗതിയിലായിരുന്നു. ഇന്ത്യൻ വാഹന മേഖല ഫോർഡിന് പൊരുത്തപ്പെട്ടു വരാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്നു. മൂന്നാമത്തെ കാര്യം, വേൾഡ് വൈഡ് പ്രൊഫൈൽ. ഫോർഡ് ഇന്ത്യയിൽ മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്, മറ്റു പല രാജ്യങ്ങളിലും ഫോർഡ് 2 പതിറ്റാണ്ടിലേറെയായി പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിൽ മാത്രം ഫോർഡിന് ഈ കാലയളവിൽ $2 ബില്യൺ നഷ്ടമായി. നാലാമതായി, വളരെ മോശം അഭിപ്രായമുള്ള കസ്റ്റമർ സർവീസും കുറഞ്ഞ റീസെയിൽ വാല്യൂ, എണ്ണത്തിൽ കുറഞ്ഞ ഡീലർഷിപ്പുകൾ എന്നിങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ജനങ്ങളെ ഫോർഡ് എന്ന ബ്രാൻഡിൽ നിന്ന് അകറ്റി നിർത്തി. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ഫോർഡ് നിറയെ ഓഫർ കൊണ്ടുവന്ന് മാർക്കറ്റ് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു. സർവീസുകൾ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കാതെ ചെയ്യാൻ സാധിച്ചു തുടങ്ങി. തുടർന്ന് 2021 സെപ്റ്റംബറിൽ അത് സംഭവിച്ചു. ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്നത് നിർത്തുമെന്ന് ഫോർഡ് പ്രഖ്യാപിച്ചു. ഫാക്ടറികൾ അടച്ചുപൂട്ടി, ഡീലർഷിപ്പുകൾ അടയാൻ തുടങ്ങി. ആയിരക്കണക്കിന് തൊഴിലാളികളെ ഇത് ബാധിച്ചു. പല ഇന്ത്യക്കാർക്കും ഫോർഡിൻ്റെ ഇന്ത്യയിലെ യുഗം അവസാനിക്കുകയാണെന്ന് പോലും തോന്നിപ്പോയി. എന്നാൽ ഇന്ത്യയിലെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത ശേഷവും അടുത്ത 15 വർഷം നിലവിലുള്ള വാഹനങ്ങൾക്ക് സർവീസ് നൽകുമെന്ന് ഫോർഡ് പ്രഖ്യാപിച്ചു. അത് അവർ ഇപ്പോഴും ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇപ്പോൾ ഫോർഡ് എന്ന ബ്രാൻഡിനോട് ഒരു വിശ്വാസം വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് പല വാഹനങ്ങളും ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഇഷ്ടം നേടാൻ തുടങ്ങിയത്. ഇപ്പോഴിതാ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. സമീപ കാലയളവിൽ ഫോർഡിൻ്റെ ഒരു തിരിച്ചുവരവിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ആയിരക്കണക്കിന് എഞ്ചിനീയർമാരെ നിയമിച്ചുകൊണ്ട് ഫോർഡ് അതിൻ്റെ ഗവേഷണ, വികസന, ബിസിനസ്, മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ സജീവമാക്കി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ചെന്നൈ ഫാക്ടറി വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു എന്നും കേൾക്കുന്നു. പ്രാദേശിക വിൽപ്പനയ്ക്കല്ല, മറിച്ച് എഞ്ചിനുകളുടെയും ഒരു പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെയും കയറ്റുമതിക്ക് വേണ്ടി ആയിരിക്കാം. ആഗോള വിപണികൾക്കായി ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഇന്ത്യയെ ഉപയോഗിക്കാൻ ഫോർഡ് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്നതിനായുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ നീക്കവും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള പ്രോത്സാഹനങ്ങളും ഈ ആശയത്തെ കൂടുതൽ മികച്ചതാക്കുന്നു. എന്നാൽ വെല്ലുവിളികളുണ്ട്. ഇന്ത്യയുടെ കാർ വിപണിയിൽ ഫോർഡ് വീണ്ടും മത്സരിക്കുന്നത് അത്ര എളുപ്പമല്ല. മാരുതി, ഹ്യുണ്ടായ്, ടാറ്റ, മഹീന്ദ്ര എന്നിവ എക്കാലത്തേക്കാളും മികച്ച ശക്തരാണ് ഇന്ത്യയിൽ ഇപ്പോൾ. ഉപഭോക്താക്കൾക്ക്
വളരെ മികച്ച വിലയിൽ നിരവധി മോഡലുകൾ മുന്നിലുണ്ട്. EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഫോർഡിന് ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു പിടിക്കണമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസ്യത, സേവന ശൃംഖലകൾ പുനർനിർമ്മിക്കുകയും താങ്ങാനാവുന്ന വിലയിൽ വാഹനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫോർഡ് ഇന്ത്യയിൽ വീണ്ടും ലോഞ്ച് ചെയ്യുമോ? ഒരു പക്ഷേ ഫോർഡ് ആദ്യം അതിൻ്റെ ഫാക്ടറികൾ കയറ്റുമതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുമെന്ന് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നുണ്ട്. അത് വിജയിച്ചാൽ ഇന്ത്യയിൽ വീണ്ടും ലോഞ്ച് ചെയ്യുന്നത് കണ്ടേക്കാം. പക്ഷേ പഴയ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുകൾ ഉപയോഗിച്ചല്ല, ഭാവിക്കായി രൂപകൽപ്പന ചെയ്ത ഇലക്ട്രിക് SUVകളോ ഹൈബ്രിഡുകളോ ഉപയോഗിച്ച്. ഇപ്പോൾ ഇന്ത്യയിലെ ഫോർഡ് ആരാധകർ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇതിനെ തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഫോർഡിൻ്റെ കഥയല്ല, അത് വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചും തിരിച്ചുവരവിൻ്റെ സാധ്യതയെക്കുറിച്ചുമാണ്. ബിസിനസ്സിലും ജീവിതത്തിലെന്ന പോലെ ചിലപ്പോൾ ഒരു രണ്ടാം അവസരം കിട്ടിയാലോ, അതോടെ എല്ലാം മാറിമറിഞ്ഞാലോ? കാത്തിരിക്കാം ഫോർഡ് എന്ന ലോകോത്തര ബ്രാൻഡിൻ്റെ ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവിനായി. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.